തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി തെരച്ചിൽ തുടരുന്നു. കുട്ടി നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം തിരികെ കയറിയെന്ന് സ്ഥിരീകരണം. CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. കന്യാകുമാരിയിലേക്ക് പോയെന്ന് സൂചന. കുട്ടി പരിചയമുള്ള എങ്ങോട്ടും പോകാൻ സാധ്യതയില്ലെന്ന് കുടുംബം കേരള വിഷൻ ന്യൂസിനോട്. ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് PR ശ്രീജേഷിന് 2 കോടി പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റേത്. ശാരദാ മുരളീധരനെ പുതിയ ചീഫ് സെക്രട്ടറി ആക്കാനും തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ആരോപണവുമായി ഫിലിം ചേംബർ. സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച് പറയിച്ചതെന്ന് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്. ഊഹാപോഹത്തിന്റെയും മറച്ചുവെക്കലിന്റെയും പേരിൽ ഒരുപാട് പേർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായെന്ന് സുരേഷ് ഗോപി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാപട്യമെന്ന് VD സതീശൻ. സിനിമയില്ലാതെ പറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതില്ലെങ്കിൽ മരിച്ചുപോകും. അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ തുടങ്ങും. സിനിമ ചെയ്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടെന്നും സുരേഷ് ഗോപി. മലപ്പുറം SP-യെ വീണ്ടും പരിഹസിച്ച് PV അൻവർ MLA. മാപ്പ് പറയണമെന്ന IPS അസോസിയേഷന്റെ ആവശ്യം തള്ളി. കേരളത്തിന്റെയും മലപ്പുറത്തിന്റെയും നിലമ്പൂരിന്റെയും മാപ്പുണ്ടെന്ന് പരിഹാസം. അൻവറിന്റെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവാത്തതെന്ന് IPS അസോസിയേഷൻ. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണം തുടരുന്നു. 2 ACP-മാരടക്കം 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. RG-കർ മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ ഏറ്റെടുത്ത് CISF. മുൻ പ്രിൻസിപ്പലിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു.